നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇടുക്കിയിലെ പോലീസ് സേന. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു 11 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി പിടിയിലായി 138 പ്രതികൾ. കർഷക തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിക്കണമെന്ന കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ദേശീയ അവാർഡ് ജേതാവും കർഷക ഗവേഷകനുമായ റെജി ഞള്ളാനി നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കാട്ടാന ആക്രമണം. രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകൾ തകർന്നു. മൂന്നാർ ചട്ടമൂന്നാർ വളർത്തുമൃഗത്തിന് നേരെ കടുവയുടെ ആക്രമണം. മേയാൻ വിട്ട പശുവിനെ കൊന്നുഭക്ഷിച്ചു. ചിന്നക്കനാലിൽ കഴിഞ്ഞ ദിവസം നടന്ന പട്ടയ വിതരണ ചടങ്ങിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPI രംഗത്ത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ പട്ടയങ്ങൾ വിതരണം ചെയ്ത് നിലവിലെ MLA കയ്യടി നേടുന്നു എന്ന് വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇടുക്കിയിലെ പോലീസ് സേന. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു 11 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി നടത്തിയ പരിശോധനയിൽ 138 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി നടത്തിയ പരിശോധനകളിൽ 138 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് ഇതുവരെ 3.264 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ആകെ 2411 പേരെ പരിശോധിക്കുകയും 127 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഉണങ്ങിയ കഞ്ചാവ് കൂടാതെ 0.5 ഗ്രാം കഞ്ചാവ്, 8 ഗ്രാം ഹാഷിഷ് ഓയിൽ, 63 കഞ്ചാവ് ബീഡികൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾ പരിസരങ്ങൾ, വ്യാപാരശാലകൾ എന്നിവിടങ്ങളിലും പൊതു ഇടങ്ങളിലും പരിശോധന തുടരുകയാണ്. 2-ന് കുമളി വണ്ടൻമേട് ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ 3.15 ഗ്രാം കഞ്ചാവുമായി 22 വയസ്സുകാരനെ പോലീസ് പിടികൂടിയതോടെയാണ് തൂഫാൻ കൊടുങ്കാറ്റ് വീശി തുടങ്ങിയത്. 3-ന് കുമളി ചെങ്കരയിൽ പൂർണ്ണ വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി പോലീസ് കണ്ടെത്തി നശിപ്പിച്ചു. 4-ന് ജില്ലയിൽ 14 കേസുകൾ എടുക്കുകയും 14 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 404 ഗ്രാം കഞ്ചാവും ഈ ദിവസം പിടിച്ചെടുത്തു. 5-ാം തീയതി കുമളി പോലീസ് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. 18 കേസുകളിലായി 20 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 6-ാം തീയതി 18 കേസുകളിലായി 21 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 1.88 കിലോഗ്രാം കഞ്ചാവ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. 7-ാം തീയതി 16 കേസുകളിൽ നിന്നായി 18 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 8 ഗ്രാം ഹാഷിഷ് ഓയിൽ, 1 ഗ്രാം MDMA, 22 ഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. 8-ാം തീയതി ജില്ലയിൽ 6 കേസുകളിലായി 8 പേർ അറസ്റ്റിലായി. 14.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. 9-ാം തീയതി 13 കേസുകളിൽ നിന്നായി 14 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരിൽ നിന്ന് 22 ഗ്രാം കഞ്ചാവ് പിടികൂടി. 10-ന് 7 കേസുകളിൽ നിന്നായി 7 പേർ അറസ്റ്റിലായി 10 ഗ്രാം കഞ്ചാവ് പിടികൂടി. 11-ന് 6 കേസുകളിലായി 9 പേർ അറസ്റ്റിലാവുകയും 4 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുവാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. കർഷക തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിക്കണമെന്ന കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ദേശീയ അവാർഡ് ജേതാവും കർഷക ഗവേഷകനുമായ റെജി ഞള്ളാനി അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും റെജി ഞള്ളാനി നിവേദനം നൽകി. തൊഴിലാളി ക്ഷാമം മൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഏലം മേഖലയൊഴികെ എല്ലാ കൃഷിയും നിലച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ഏലകൃഷിയും തൊഴിലാളി ക്ഷാമം മൂലം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഉൽപാദനത്തിന്റെ 30% വിളവെടുക്കുവാൻ കഴിയാതെ നഷ്ടപ്പെടുന്നു. ഇത് കർഷകർക്കും രാജ്യത്തിനും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഏലവുമായി ബന്ധപ്പെട്ട 5 കോടിയിലധികം ജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവർഷം സർക്കാരുകൾക്ക് 100 കോടിയിലധികം നികുതി വരുമാനവും ലഭിക്കുന്നു. 5.078 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള സർക്കാരിന് 1.3% മാത്രമാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. എന്നിട്ടും തൊഴിലാളികളെ ലഭിക്കാത്തത് മൂലം 500 കോടിയിലധികം രൂപയുടെ ഏലക്കായ എടുക്കുവാൻ കഴിയാതെ പാഴാക്കി കളയുന്നു. തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കർഷകരും ചെറുകിട വ്യാപാരികളും കർഷക സംഘങ്ങളും സംഘടനകളും നൽകുന്ന വർക്ക് വിസയുടെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കേരളത്തിലെത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് റെജി ഞള്ളാനി മുന്നോട്ട് വെക്കുന്നത്. കർഷകർ എന്ന നിലയിൽ കർഷകർക്ക് വേണ്ടിയിട്ട് പറയുവാനുള്ള, ഈ സമൂഹത്തിന് പറയാനുള്ള ഏക കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ കർഷകർക്കും ചെറുകിട ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും അതുപോലെ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുകിട വ്യാപാരികൾക്കും വിസ നൽകുവാനുള്ള അനുവാദം നൽകണം. നമ്മളതാണ് ആവശ്യപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിലാളികളെ കിട്ടാൻ ആവശ്യമുള്ള വിസ അനുവദിക്കാൻ ഈ കൃഷിക്കാർക്ക് അനുവാദം കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് സർക്കാരിന് മറ്റ് സാമ്പത്തിക സഹായങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല.
തൊഴിലുടമയെയും വിദേശ രാജ്യത്തു നിന്നുള്ള തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി സർക്കാർ അധീനതയിൽ ലേബർ പോർട്ടൽ ആരംഭിക്കണം. സ്വയരക്ഷയ്ക്കായി വൻകിട തോട്ടം ഉടമകളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളും സ്വന്തം നിലയിൽ വിദേശ തൊഴിലാളികളെ കേരളത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രിക്കും റെജി ഞള്ളാനി നിവേദനം നൽകിയത്. സിറ്റി വിഷൻ, കട്ടപ്പന. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കാട്ടാന ആക്രമണം. ഇന്നലെ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകൾ തകർന്നു. ചുരുളിപ്പാറയിൽ ഇടത്തട്ടിലാണ് വൻ നാശം വരുത്തി കാട്ടാന ആക്രമണമുണ്ടായത്. ചുരുളിപ്പതാൽ ഇടതട്ടിൽ കാട്ടാനി ആക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകൾ തകർന്നു. ചേലച്ചുവടിൽ പത്രോസ, ബേബി എന്നിവരുടെ വീടുകളാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ച് നശിപ്പിച്ചത്. സംഭവ സമയത്ത് വീടുകളിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പത്രോസ് മകനുമായി ആശുപത്രിയിൽ പോയിരുന്നതിനാൽ കുടുംബം വീട്ടിലുണ്ടായിരുന്നില്ല. ബേബിയുടെ കുടുംബവും വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്താണ് കാട്ടാനകൾ എത്തിയത്. ഇതോടെ മനുഷ്യജീവന് ഭീഷണിയുണ്ടാകാതെ രക്ഷപ്പെടുകയായിരുന്നു. രാത്രിയോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്താണ് അകത്തു കടന്നത്. വീടിനുള്ളിലെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളും വീട്ടുപകരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്ത് തകർത്ത കാട്ടാനകൾ അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും ഭക്ഷിച്ചു. വീടുകളുടെ ഉൾഭാഗങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പേര് ബേബി എന്നാണ്. ചേരച്ചോട്ടിൽ എൻ്റെ അനിയൻ്റെയും ഭവനം ഇന്നലെ രാത്രി കാട്ടാന നശിപ്പിച്ച് വാഷിംഗ് മെഷീൻ, ഒരുപാട് ജനലെല്ലാം അടിച്ചു തകർത്ത് വീട്ടിലെ ഉപകരണമെല്ലാം അടിച്ചു നശിപ്പിച്ച്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ധർമാവിന് വേണ്ട സഹായം ചെയ്യണമെന്ന്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലാണ് സംഭവം. സമീപ വനമേഖലയായ പാൽക്കുളം, മണിയാറൻകുടി ഭാഗങ്ങളിൽ നിന്നാണ് കാട്ടാനകൾ സ്ഥിരമായി ഈ പ്രദേശത്തേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും കൃഷിഫലങ്ങൾ തിന്നുന്നതും ഇവിടെ പതിവായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ശല്യം കാരണം പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തടയുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭവനങ്ങൾ തകർക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് യഥാസമയം സഹായം ലഭ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതരാക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാർ ചട്ടമൂന്നാർ വളർത്തുമൃഗത്തിന് നേരെ കടുവയുടെ ആക്രമണം. ഇന്നലെ വൈകുന്നേരമാണ് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പ്രദേശത്ത് നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയും. കഴിഞ്ഞ ദിവസമാണ് ചട്ടമൂന്നാറിൽ വളർത്തുമൃഗത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. മേയാൻ വിട്ട പശുവിനെയാണ് ആക്രമിച്ചത്. ചട്ടമൂന്നാർ സ്വദേശിയായ ശരവണന്റെ പശുവാണ് കൊല്ലപ്പെട്ടത്. 6 മാസത്തിനിടെ പ്രദേശത്ത് 25ാമത്തെ വളർത്തുമൃഗമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഹൈറേഞ്ച് പകുതിയിൽ പുലിയുടെ താക്കുതൽ അധികமாக இருக்கிறதுனால ഏകദേശം കഴിഞ്ഞ 3 വർഷமாக 200ഓളം പശുക്കൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഘത്തിന് പാൽ ഉൽപാദനം തന്നെ ഏകദേശം 1000 ലിറ്ററോളം കുറവ് വരുന്നുണ്ട്. പ്രദേശത്ത് നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ്. ഇതിനെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ചിന്നക്കനാലിൽ കഴിഞ്ഞ ദിവസം നടന്ന പട്ടയ വിതരണ ചടങ്ങിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPI രംഗത്ത്. UDF ജനങ്ങളെ പറ്റിക്കുകയാണെന്നും പൂർണ്ണമായും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും CPI ദേവികുളം മണ്ഡല കമ്മിറ്റി കുറ്റപ്പെടുത്തി. മുൻ LDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കി വെച്ച പട്ടയങ്ങൾ വിതരണം ചെയ്ത നിലവിലെ MLA കയ്യടി നേടുവാൻ ശ്രമിക്കുകയാണെന്നും പ്രധാന ആരോപണം. ഈ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വില്ലേജ് ഓഫീസ് മുമ്പിൽ ശ്രീ ബഹുമാനനായ MLA F. രാജയുടെ നേതൃത്വത്തിൽ ഒരു പട്ടയമേള നടത്തിയതായിട്ട് വാർത്തകളിൽ കണ്ടു. തികച്ചും തെറ്റായ ഒരു നടപടിക്രമമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 26-ാം തീയതി LDFിൻ്റെ സർക്കാർ കേരളത്തിലുടനീളം പട്ടയമേള നടത്തുകയും അതിൻ്റെ ഭാഗമായി ചെറുതോണിൽ വെച്ച് ഫെബ്രുവരി 26-ാം തീയതി ഉത്തമ കോളനിയിലെയും ചിന്നക്കനാലിലെയും മറ്റും ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലെയും എഴുതി വെച്ച പട്ടയങ്ങൾ, അതായത് പട്ടയ കമ്മിറ്റി അംഗീകരിക്കപ്പെട്ട, അസൈൻമെൻറ്റ് കമ്മിറ്റി അംഗീകരിക്കപ്പെട്ട പട്ടയങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യമുണ്ടായി. അന്നേ ദിവസം ഹാജരാകാത്ത വ്യക്തികൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല. എന്നാൽ അവരുടെ പട്ടയം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പട്ടയങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം വന്നതിനാൽ ഈ കഴിഞ്ഞ ദിവസം MLA വില്ലേജ് ഓഫീസിന് മുമ്പിൽ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA കൊടുത്തുകൊണ്ട് തെറ്റില്ല, അത് ഞങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കും. എന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ചില കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് കൈ കൊടുപ്പിക്കുന്നത് അത് ശരിയായ നടപടിക്രമമല്ല.
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ MLA വന്ന് പട്ടയം കൊടുക്കുന്നു. MLA അല്ല പട്ടയം എഴുതി കൊടുക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച വില്ലേജ് ഓഫീസ് മകസർ തയ്യാറാക്കിക്കൊണ്ട് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകരിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും അത് താലൂക്കിൽ നിന്ന് തഹസിൽദാറാണ് അതിൻ്റെ ആ സീനിയറ്ററി ആയിട്ട് ചെയ്യപ്പെടേണ്ട വ്യക്തി. അതിലെല്ലാം അട്ടിമറിച്ചുകൊണ്ട് MLA വന്നാൽ പട്ടയം തരുമെന്നുള്ള ഒരു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുകയും മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ പട്ടയങ്ങൾ വില്ലേജ് ഓഫീസിലുള്ള പട്ടയങ്ങൾക്ക് പണപ്പിരിവ് നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാര്യത്തിൽ. അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാതെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പട്ടയം കൊടുത്തത്. LDF സർക്കാരാണ് പട്ടയം കൊടുക്കാൻ തീരുമാനം എടുത്തത്. മുത്തമ കോണിലെ ജനങ്ങൾക്ക് അന്നത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഉത്തരവ് വാങ്ങിക്കൊണ്ടാണ് ആ പട്ടയം അവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പാർട്ടിക്കും യാതൊരു ബന്ധവുമില്ല. ഇപ്പം നിലവിൽ MLA മാറിയ സാഹചര്യത്തിൽ അത് മുതലെടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടയത്തിന്റെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ കൊടുത്ത പട്ടയം എഴുതി വെച്ച പട്ടയത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാർ പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അതിന്റെ മേൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയിക്കുന്നു. പൂപ്പാറ ടൗണിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 15 കുടുംബങ്ങൾക്ക് ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂമി പതിച്ചു നൽകും. മറ്റൊരു സ്ഥലത്ത് വീടും ഭൂമിയും ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകുക. പൂപ്പാറ ടൗണിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസ നടപടികൾ വിലയിരുത്തുന്നതിനായി ശാന്തൻപാറയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, സേനാപതി വേണു MLA, ദേവികുളം സബ് കളക്ടർ VM ആര്യ, ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്താണ് യോഗം ചേർന്നത്. പൂപ്പാറയിൽ പന്നിയാർ പുഴയുടെ പുറമ്പോക്കിലുണ്ടായിരുന്ന 29 വീടുകളും 3 ആരാധനാലയങ്ങളും 56 വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് 2024 ജനുവരി 17 ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് 7 ഒഴിപ്പിച്ചത്. ശേഷം ഇത് പൊളിച്ചും നീക്കി. വീടില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ വാടക വീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഇതിൽ 15 കുടുംബങ്ങൾക്കാണ് ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂമി പതിച്ചു നൽകുക. മറ്റൊരു സ്ഥലത്തും വീടും ഭൂമിയും ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കുമളി ടൗണിൽ അനധികൃതമായി വഴിയോരങ്ങളിൽ കയ്യേറി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കടകൾക്കെതിരെ കുമളി പഞ്ചായത്തിന്റെ ശക്തമായ നടപടി. ഹോളിഡേ ഹോം മുതൽ ടൗൺ വരെയുള്ള ഭാഗങ്ങളിലെ 20-ലധികം അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചു. വഴിയോരങ്ങൾ കയ്യേറി പ്രവർത്തിച്ചിരുന്ന അനധികൃത പെട്ടിക്കടകൾക്കെതിരെ കുമളി പഞ്ചായത്ത് നടപടി ശക്തമാക്കി. ഹോളിഡേ ഹോം മുതൽ ടൗൺ വരെയുള്ള ഭാഗങ്ങളിലെ 20-ലധികം പെട്ടിക്കടകളാണ് അധികൃതർ ഒഴിപ്പിച്ചത്. കുമളി ടൗണിൽ വഴിയോര കച്ചവടങ്ങൾ ഗതാഗതക്കുരുക്കിനും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നാണ് പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചത്. അനധികൃത കച്ചവടങ്ങൾ സ്വമേധയാ മാറ്റുവാൻ കടയുടമകൾക്ക് 15 ദിവസത്തെ സാവകാശം നൽകിയിരുന്നെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ നടപടി ഉണ്ടാകാതിരുന്നതോടെയാണ് ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നത്. കച്ചവട സ്ഥാപനങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹോളിഡേ ഹോമിന്റെ അവിടെ നിന്ന് ആരംഭിച്ച് കുമളി ബസ് സ്റ്റാൻഡ് വരെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഇത്തരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിവാക്കുകയാണ്. ഇതാർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കുന്നതിന് വേണ്ടി മുൻകൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അവരൊന്നും ഈ നോട്ടീസ് അംഗീകരിച്ച് മാറാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തേണ്ടി വന്നത്. റോഡരികിൽ നിന്ന് കടകൾ മാറ്റാൻ സഹകരിക്കുന്ന വ്യാപാരികൾക്ക് അവർ നിർദ്ദേശിക്കുന്ന സമീപ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പഞ്ചായത്തിന്റെ സഹായം ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് അറിയിച്ചു. സഹകരിക്കാത്തവരുടെ പെട്ടിക്കടകൾ മുരിക്കടിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുമളി ടൗണിലെ തിരക്കേറിയ നടപ്പാതകൾ കയ്യേറി പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക കടകളും പഞ്ചായത്ത് ലൈസൻസോ ആരോഗ്യവകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിനെതിരെയും നിയമാനുസൃതമായ ലൈസൻസ് എടുത്ത് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റോബിൻ കാരക്കാട്, ബിജു ഡാനിയൽ, സിറിയൽ യോഹന്നാൻ, സന്തോഷ് ഉമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ സിറിൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കിയത്. അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ചതോടെ കുമളി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായതോടൊപ്പം കാൽനട യാത്രക്കാർക്കും കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാ സാഹചര്യം ഒരുക്കാനായതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, കുമളി. നോക്കാം ഇനി ബ്യൂട്ടി സ്പോട്ട്. മൺസൂൺ കാലം എത്തിയതോടെ അടിമാലിക്കാരുടെ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ്. കീഴ്ക്കാന്തൂക്കായ മലമുകളിൽ നിന്നും പഞ്ചാരത്തരികൾ പോലെ താഴേക്ക് പതിക്കുന്ന പഞ്ചാരക്കുത്ത് അടിമാലി കൂമ്പൻപാറ വഴി സഞ്ചരിക്കുന്നവരുടെ ഇഷ്ട കാഴ്ചയായി മാറിയിട്ടുണ്ട്. വെൺമേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന മലഞ്ചെരിവും പാറയിടുക്കിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവിയുമാണ് പഞ്ചാരക്കുത്തിനെ എപ്പോഴും സജീവമാക്കുന്നത്. മൺസൂൺ കാലം എത്തുന്നതോടെ അടിമാലി കൂമ്പൻപാറ വഴിയുള്ള യാത്രക്കിടയിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് അടിമാലിക്കാരുടെ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം. മഴ കനത്തതോടെ പഞ്ചാരക്കുത്ത് ജലസമൃദ്ധമായി പാറക്കെട്ടിലൂടെ അങ്ങനെ ഒഴുകിയിറങ്ങുകയാണ്. കീഴ്ക്കാന്തൂക്കായ മലമുകളിൽ നിന്നും വെള്ളം പഞ്ചസാരത്തരികൾ പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ച പഞ്ചാരക്കുത്തിന് പേര് നൽകി. വെൺമേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന മലഞ്ചെരിവും പാറയിടുക്കിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവിയുമാണ് പഞ്ചാരക്കുത്തിനെ സജീവമാക്കുന്നത്. താഴേക്ക് പതിക്കുന്ന ജലഗണങ്ങളെ ഇടയ്ക്കിടെ എത്തുന്ന കാറ്റ് വീശി അകറ്റും. കാറ്റകലുന്നതോടെ ജലപാതം വീണ്ടും മണ്ണിനെ പുൽകും. പരന്ന പച്ചപ്പിനിടയിൽ കോടമഞ്ഞിന്റെ മേലങ്കിയണിഞ്ഞ മലഞ്ചെരുവിൽ വെള്ളിവര തീർക്കുന്ന പഞ്ചാരക്കുത്തിന്റെ വിദൂര കാഴ്ചയും അതിമനോഹരം.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ അടിമാലി പിന്നിട്ട് മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് അകലെ നിന്നീ പഞ്ചാരക്കുത്ത് കാണാം. കണ്ണിലുടക്കുന്ന ഈ മനോഹര കാഴ്ച ക്യാമറയിൽ ഒപ്പിയെടുത്താണ് സഞ്ചാരികൾ മുന്നോട്ട് പോകുക. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം മെയ് 9 കൊമ്പിടിഞ്ചാൽ തെള്ളിപ്പടവിൽ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി MLA റോയ് കെ പൗലോസിനെ സമീപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിനോടൊപ്പം നേതാക്കന്മാരായ AP ഉസ്മാൻ, അനിൽ ആനിക്കാട്ട്, മഹേഷ് മോഹനൻ, അനിൽകുമാർ കാഞ്ഞിരപ്പുഴ, സജിമോൻ MS തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് MLAയെ നേരിൽ കണ്ടത്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ നേരിൽ കാണുകയും വിഷയങ്ങൾ ധരിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും MLA നേതാക്കൾക്ക് ഉറപ്പ് നൽകി. ഇടുക്കി ജില്ലയിൽ മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS പ്രശംസാ പത്രം നൽകി അഭിനന്ദിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ കേസന്വേഷണ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാരെയുമാണ് ജില്ലാ പോലീസ് മേധാവി പ്രശംസാ പത്രം നൽകി അഭിനന്ദിച്ചത്. ജില്ലാ ആസ്ഥാന ക്യാമ്പിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് ഉദ്യോഗസ്ഥർക്ക് പ്രശംസാ പത്രങ്ങൾ വിതരണം ചെയ്തത്. തങ്ങളുടെ അധികാര പരിധിയിലുള്ള നിലവിൽ അന്വേഷണത്തിലുമുള്ള കേസുകൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കി സാധാരണ ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥരെ ഈ അംഗീകാരത്തിന് അർഹരാക്കിയത്. കേസന്വേഷണത്തിലെ കൃത്യതയും ഉത്തരവാദിത്ത ബോധവും പൊതുജന വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർ ഭാവിയിലും ഇതേ ആത്മാർത്ഥതയോടെ സേവനം തുടരണമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. നോക്കാം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇടുക്കിയിലെ പോലീസ് സേന. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു 11 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി പിടിയിലായി 138 പ്രതികൾ. കർഷക തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിക്കണമെന്ന കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ദേശീയ അവാർഡ് ജേതാവും കർഷക ഗവേഷകനുമായ റെജി ഞള്ളാനി നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കാട്ടാന ആക്രമണം. രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ സഹോദരങ്ങളുടെ വീടുകൾ തകർന്നു. മൂന്നാർ ചട്ടമൂന്നാർ വളർത്തുമൃഗത്തിന് നേരെ കടുവയുടെ ആക്രമണം. മേയാൻ വിട്ട പശുവിനെ കൊന്നുഭക്ഷിച്ചു. ചിന്നക്കനാലിൽ കഴിഞ്ഞ ദിവസം നടന്ന പട്ടയ വിതരണ ചടങ്ങിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPI രംഗത്ത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ പട്ടയങ്ങൾ വിതരണം ചെയ്ത് നിലവിലെ MLA കയ്യടി നേടുന്നു എന്ന് വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.